100 വർഷത്തിലധികം പഴക്കമുള്ളൊരു കാൽപ്പെട്ടിയാണിത്. എൻ്റെ അച്ചമ്മയ്ക്ക് കല്യാണ സമയത്ത് അച്ചമ്മയുടെ അച്ഛൻ സമ്മാനം കൊടുത്തതാണ്. ഇതിലൊരു ചെറിയ പുള്ളക്കള്ളിയുണ്ട്. ഇതാണ് അമ്മയുടെ മാലയും വളയും കമ്മലൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ചട്ടയും മുണ്ടൊക്കെ ഇവിടെയാണ്. പക്ഷേ ഈ പെട്ടിയുടെ ഇവിടെ ഒരു എഴുത്തുണ്ട്. ആനയല്ലം പാട്ട് വർക്കി വക. അമ്മയുടെ അച്ഛനായിരുന്നു ആനയല്ലം പാട്ട് വർക്കി. അദ്ദേഹം ഒന്ന് പേരൊക്കെ എഴുതിച്ച് അമ്മയ്ക്ക് കൊടുത്തതാണ്. ഇതിൻ്റെ വിജാഗിരി ഒക്കെ ഏതോ ഒരു പ്രത്യേക ലോഹം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ സാമ്പത്തിക ടൈറ്റ് വന്ന സമയത്ത് അമ്മ ആ വിജാഗിരി എല്ലാം ഇളക്കി വിറ്റിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തത്. എന്നാലും തൻ്റെ അച്ഛൻ തന്ന പെട്ടി അമ്മ പൊന്നുപോലെ സൂക്ഷിച്ചു. ഈ പെട്ടിയുടെ ഇങ്ങനെ ചിറ്റുണ്ട്, ഇങ്ങനെ ചുറ്റും വരും ചിറ്റ് ഇവിടെയുണ്ട്. സാമ്പത്തിക ടൈറ്റ് വന്ന സമയത്ത് അത് ഇളക്കിയിട്ട് വിറ്റതാണെന്നാണ് അമ്മ പറഞ്ഞത്. ഏറെ വേദനയോടെ ഓർക്കുകയാണിത്. ഇന്ദിരാഗാന്ധിയേക്കാൾ കരുത്തുള്ള സ്ത്രീയായിരുന്നു അച്ചമ്മ. എന്നോട് പറഞ്ഞൊരൊറ്റ വേർഡാണ് എനിക്ക് ലൈഫ് ലോങ് ഇൻസ്പിറേഷനായിട്ട് വരുന്നത്. തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ താണു പോകാൻ നിൽക്കരുത്, തുഴഞ്ഞോളുക. എവിടെന്നെങ്കിലും ഒരു മരക്കഷ്ണം വരും നിനക്ക് രക്ഷപ്പെടാനായിട്ടെന്ന്. അപ്പോൾ എത്ര തലമുറയെ അപ്പൂസ്, ഞാൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അച്ഛൻ്റെ അമ്മ, 5ാമത്തെ തലമുറ, 5 തലമുറ മുൻപേ കൊടുത്തൊരു സമ്മാനപ്പെട്ടിയാണ് ഇത്. ഞാനിങ്ങനെ ചങ്കോട് ചേർത്ത് വെക്കുകയാണ്. ഈ സ്നേഹമെന്ന് പറയുന്നത് ഒരു തലമുറ 5ാമത്തെ തലമുറയിൽ അപ്പൂൻ്റെ കയ്യിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഇത്. മഴുവന്നൂരേക്കാണ് അമ്മയെ കെട്ടിക്കൊണ്ട് വന്നത്. കായലും വെള്ളമൊക്കെ ഉള്ള ഏതൊരു ഭാഗത്തായിരുന്നു വീട്. എൻ്റെ സ്ഥലപ്പേരിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർത്ത് വരുന്നില്ലല്ലോ മിച്ച്. ചോറ്റാനിക്കര അല്ലേ? ചോറ്റാനിക്കര ഭാഗത്തല്ലേ? ഇനി അമ്മയുടെ ചേച്ചിമാരെ കെട്ടിച്ചതാണോ എന്നൊക്കെ അറിയില്ല. ചോറ്റാനിക്കര. പക്ഷേ കുഞ്ഞുനാളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഈ നാട്ടിൽ അമ്മയുടെ ആങ്ങളേനെയും മക്കളെയും എല്ലാം കാണാൻ പോകാനും ആ നാട് കാണാനൊക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എന്നാലും സ്വർഗത്തിലിരുന്ന് അമ്മ നോക്കുമ്പോൾ സന്തോഷമാവുമായിരിക്കുമല്ലേ? അപ്പോൾ 100 വർഷത്തിന് ശേഷവും നമ്മളിതിനെ പൊന്നുപോലെ നോക്കുന്നില്ലേ? ഈ ഡോറ് മാറ്റി വയ്ക്കാൻ ഒരു കാരണം, ഇതിൻ്റെ അടപ്പിൽ ഒരുപാട് ചിത്രപ്പണികൾ ഉണ്ടായിരുന്നു. ആ ചിത്രപ്പണികളുള്ള ആ ലോഹവും ഇങ്ങനെ ഇളക്കി വിറ്റ സമയത്ത് അത് നഷ്ടപ്പെട്ടു പോയതാണ്. ആ പലക പൊളിഞ്ഞു പോയതുകൊണ്ടാണ് ഇന്നിങ്ങനെ ചെയ്യേണ്ട വന്നത്. എനിക്കറിയാം ഇതിൻ്റെ ഒരു അഭംഗിയാണ്. പക്ഷെ ഇതിൻ്റെ മേലെ ഇതുപോലൊരു അടപ്പൊക്കെ ആരെങ്കിലും ഉണ്ടാക്കി തരുമെങ്കിൽ ചെയ്യിപ്പിക്കാം അല്ലേ?